നമ്മളിവിടുന്ന് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോ പിടിച്ചു ഗൈസ്. ഇവിടുത്തെ ഓട്ടോ ഒക്കെ കണ്ടോ, ഭയങ്കര വെറൈറ്റി ഓട്ടോ ആണ്. എല്ലും തോലും ആയ അവശിഷ്ടം മാത്രം കാണുന്നുണ്ട്. ഷെയർ ഓട്ടോ ആണ് കൂടുതൽ അത് പോകുന്നത്. ഇവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൂടുതൽ അതുപോലത്തെ ഓട്ടോ കാണും. നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കാര്യം. ഇത് എന്റെ പൊന്നോ, അത് വല്ലാതെ സ്ഥലം തന്നെ. എന്താ പറയണ്ടേ, എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന റൂട്ടൊക്കെ നല്ല അടിപൊളി റൂട്ടായിരുന്നു. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ശരിക്കും ഡൽഹിയുടെ ശോചനീയ അവസ്ഥ ഇപ്പോഴാ മനസ്സിലാവും. എന്നാ പോലെ റോഡിന്റെ അവസ്ഥ, വണ്ടികളുടെ അവസ്ഥ ഞെട്ടിപ്പോകും. വളരെ വളരെ മോശം. അപ്പൊ നമ്മളിപ്പോ പോകുന്നത് അക്ഷർധാം തമ്പിലേക്കാണ്. എവിടുന്ന് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ. വണ്ടിയൊക്കെ വരുന്ന വരുത്താണ്ടോ, ഓ രക്ഷയില്ലാത്ത സംഭവങ്ങളാണ്. ശരിക്കും പേടിയാണ്. അപ്പോ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ എപ്പോഴും അവിടെ തന്നെ ഒരു ടോൾ ഉണ്ട് കൈസ്. 50 രൂപയൊക്കെ എടുക്കുന്നത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്ടോ ഒക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവിടെ തന്നെയാണ് ടോൾ വരുന്നത്. അതിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ പിടിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു എക്സ്ട്രാ 50 രൂപ കൊടുക്കണം. ഇത്രയും വൃത്തികെട്ട നാട് വേറെ ഉണ്ടാവില്ല. ഞങ്ങള് ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു, ഇവിടെ നിന്നും ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പിടിക്കാൻ പാടില്ല, പുറത്തുനിന്ന് ബൈക്കിൽ വന്നിട്ട് ഫോൺ അടിച്ചു മാറ്റിയിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്ന പറഞ്ഞു. ഇവിടുന്ന് വണ്ടി ഓടിക്കുന്ന നമ്മുടെ ഡ്രൈവർ ചേട്ടൻ തന്നെ പറഞ്ഞു, മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് നോക്കി പിടിക്കണ്ട, സ്പോട്ടിൽ അടിച്ചോണ്ട് പോകുന്നു. അപ്പൊ ആലോചിച്ച് നോക്കിയേ, ഇവരെ തന്നെ ഇങ്ങനെ പറയണ്ടെങ്കിൽ ഇവിടെ നാടിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അപ്പോ ഫുൾ പോലീസ് ചെക്കിംഗ് ആണ്. ഇതിന്റെ അപ്പുറത്തേക്ക് വണ്ടി വിടില്ല. ഇവിടെ റോഡിൽ ഇറങ്ങിയിട്ട് നടക്കണം. അങ്ങ് കാണുന്ന അമ്പലം നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, ഫുള്ള് ഫോഗാണ്, മഞ്ഞ് മൂടിയിട്ടുള്ളത്. അവിടെ കാണുന്നതാണ് അമ്പലം. അത്രയും ദൂരം നമ്മൾ നടന്നിട്ട് പോകണം ഇനി ഇതുവഴി. സ്വാമി നാരായൺ അക്ഷർധാം മന്ദിർ. ഒരാൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്തിടാൻ വേണ്ടി നോക്കാണ്. ഈ കാണുന്നതൊക്കെ നമ്മുടെ അക്ഷർധാം ടെമ്പിളിന്റെ പാർക്കിംഗ് ആണ് ഗൈസ്. ഇവിടെ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ വിസിറ്റർ പാർക്കിംഗ് ഉണ്ട്. അവിടെ ബൈക്കിന് 30 രൂപ, കാറിന് 70 രൂപ, അങ്ങനെ വലിയ ബസ്സാണെങ്കിൽ 200 രൂപ, അങ്ങനെയൊക്കെയാണ് ചാർജ് വരുന്നത്. അപ്പോൾ നമ്മൾ നടന്ന് അങ്ങനെ എൻട്രീൻ്റെ അടിക്ക് എത്തി. പിന്നെ ഉള്ളിലേക്ക് ഒന്നും കയറ്റില്ല, ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും കയറ്റില്ല. പുറത്തുനിന്നുള്ള വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റൂ അമ്പലത്തിൻ്റെ. അത് കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഫോണ്, ചാർജർ, കേബിള്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. ഇവിടെയൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, പ്ലീസ് ലോക്ക് യുവർ ഹെൽമെറ്റ് വിത്ത് ബൈക്ക് എന്ന്. കാരണം ഡൽഹിയാണ് സ്ഥലം, അത്രക്ക് കള്ളന്മാരുണ്ടെന്ന് ഇവിടുത്തെ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്. സോ ഓട്ടോക്കാരൻ പറഞ്ഞത് ഡൽഹിയേ ഭയ്യാ, സോ സബ് ചോരി ഹോ ജായേഗ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാവരും സൂക്ഷിക്കുക, ഡൽഹിക്ക് വരുന്ന ആള്. എലൗഡ്, നോട്ട് എലൗഡ്. അപ്പോൾ മൊബൈൽ, ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും എലൗഡ് അല്ല. ലേഡീസ് പേഴ്സ്, ടോയ്സ് ഒന്നും പറ്റൂല. ശരിയാണല്ലോ. ആകെ പറ്റുന്നത് ബേബി ഫുഡ്, വാട്ടർ ബോട്ടിൽ, മണി പേഴ്സ്, ജ്വല്ലറി, വേസ്റ്റ് ബെൽറ്റ്, ക്യാഷ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ക്ലോക്ക് റൂം എൻട്രി. എല്ലാം ഇവിടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇതാണ് ഗൈസ് വ്യൂ. ഇതാണ് അമ്പലത്തിന്റെ വ്യൂ. അവിടെ എത്തിയിട്ടുള്ള വ്യൂ തന്നെ കാണണം. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അപ്പൊ എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ് ഗൈസ്. പോയി എല്ലാവരും കണ്ടോളൂ. തൽക്കാലം ഇത്ര മാത്രമേ ഫോണിൽ കാണിക്കാനുള്ള വകയുള്ളൂ. കുറച്ച് കഴിയുമ്പോ നമ്മളിവിടെ പോയി കാണാനോ നോക്കാനോ ഒന്നും ഇല്ല. എന്റെ അമ്മ എന്താ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്നൊന്നും. എന്തായാലും മസ്റ്റ് വിസിറ്റ് ആണ്. ഫോട്ടോസും വീഡിയോസും ഒന്നും ഇല്ലാന്ന് മാത്രം. ഇനി അടുത്ത എങ്ങോട്ടേക്കാം? നോനൂസ് നടന്ന് ടയർഡായി. പക്ഷെ നോനൂസിൽ കളിക്കാൻ, കുട്ടികൾക്ക് കളിക്കേണ്ട പാർക്കൊക്കെ ഉണ്ട്, ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. 10 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഫുഡ് കോർട്ടിലേക്ക് കയറുമ്പോ ഒന്നും ഒരു ടിക്കറ്റ് ചാർജ് പോലും ഇല്ല. എല്ലാം ഫ്രീ ആണ്. എല്ലാം ഫ്രീ ആണ്. അതുകൊണ്ട് യെസ്, ഫോട്ടോ വേണമെന്നുള്ളവർക്ക് 80 രൂപക്കും ഉണ്ട്, 160ക്കും ഉണ്ട്, 220ക്കും ഉണ്ട്. അങ്ങനെ 2-3 തരത്തിലുള്ള. പക്ഷെ വേർത്തല്ല.
ഫോട്ടോ കാണാൻ നല്ലുണ്ട്, പക്ഷെ സോഫ്റ്റ് കോപ്പി കാണാൻ നല്ലുണ്ട്. എഡിറ്റ് ചെയ്തിട്ട് അവർ ഫോട്ടോ യെസ്. അങ്ങനെ നമ്മൾ ഡൽഹിയിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സരോജിനി മാർക്കറ്റിലെത്തി. നേരെ ബാക്കിൽ കാണുന്നതാണ് ഡൗൺ ടൗൺ മാൾ. നൈനൂസ് ഉറങ്ങിപ്പോയി, ഒരു വിധത്തിൽ എഴുന്നേക്കുന്നില്ല. ഇവിടെ എത്തിയതും ഫുള്ള് ആപ്പിൾ പ്രോഡക്റ്റും ആപ്പിളിൻ്റെ വാച്ചും എല്ലാം 5000-നും 2000-നും 3000-നും ആൾക്കാർ എടുത്തിട്ട് വരിക. ഇതാ വാങ്ങിക്കോ ഒറിജിനൽ എന്ന്. ചിലപ്പോൾ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കാം, ചിലപ്പോൾ കോപ്പി ആയിരിക്കാം. ആളെ പറ്റിക്കുന്ന ഫുൾ പരിപാടി ഇതിൻ്റെ ഉള്ളിലുണ്ട്. എന്തായാലും നമുക്ക് എന്തെല്ലാം നടന്ന് കണ്ടോക്കാം. ഇതാണ്ട വാച്ച് വെക്കുന്ന വാച്ച്, ബെൽറ്റ് വേണ്ട. എത്ര പൈസ? 100? ആഹാ, നല്ല ക്യൂട്ട്. ഒഴിവാക്കാൻ വേണ്ടിട്ട് അവൻ 800 രൂപ പറഞ്ഞതാ, ഞാൻ 150 പറഞ്ഞു. അവൻ 500 പറഞ്ഞു, 300 പറഞ്ഞു, 200. അത് 150 തരാന്ന് പറഞ്ഞു. വരും. ടൈറ്റാന്റെ ഒറിജിനൽ ടൈറ്റാന്റെ വാച്ച് ഇതായി ചങ്ങായിനടിക്കാൻ നമ്മള് 800 രൂപയെന്ന് പറഞ്ഞ 150 രൂപക്ക് കിട്ടി. 150 രൂപ. 800 രൂപ പറഞ്ഞ ഒരു വാച്ച് 150 രൂപക്കും 100 രൂപ പറഞ്ഞ നോനോന്റെ ഒരു ടോയ് 100 രൂപക്ക് നമ്മൾ വാങ്ങി സരോജിനി മാർക്കറ്റ് നമ്മൾ ഉദ്ഘാടനം ചെയ്തു. ഇനി നമ്മള് അങ്ങോട്ടേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗർഭമൊക്കെ വെക്കുന്ന ഒരു ഭയങ്കര മാർക്കറ്റാണിത്. തിരക്കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. എൻ്റെ അമ്മോ, രക്ഷയില്ല. ഇവിടെ കിട്ടാതെ ഒരു സാധനം ഉണ്ടാവില്ല, എല്ലാ ഡ്യൂപ്ലിക്കേറ്റും ഇവിടെ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം നമ്മൾ 150 റുപ്പീസിന് വാങ്ങിയിട്ടുണ്ട്. ഇതാ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ്. പക്ക ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടാ. എപ്പം എന്ത് സാധനം എപ്പോൾ അടിച്ചു മാറ്റി പോയി എന്ന് ചോദിച്ചാൽ മതി. എല്ലാം പൊന്നോ, അങ്ങനത്തെ തിരക്കാണ്. അല്ലേ മാവേ? മാവേനെ പൊത്തി പിടിച്ചിട്ടാണ്. അല്ലെ പിന്നെ മാവേനൊന്നും കാണൂല. പോലീസ് വരെ ഉണ്ട് മുകളിലല്ലേ, മിലിറ്ററി പോലീസ്. ഭയങ്കര തന്നെ, ഭയങ്കര സെക്യൂർ സ്ഥലമാണല്ലോ ഇത്. എന്തൊരു തിരക്കുള്ള സ്ഥലം അല്ലേ. അപ്പൊ നമ്മുടെ ടോംബില് കയറുമ്പോഴേക്ക് ടിക്കറ്റ് ക്ലോസ് ആയി പോയി. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ടിക്കറ്റ് ഓപ്പൺ ആക്കും. അതുകൊണ്ട് നമ്മൾ നേരെ ജസ്റ്റ് മിസ് ഓടി എത്തുമ്പോഴേക്ക് ക്ലോസ് ആയി. അതുകൊണ്ട് നമ്മൾ നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് പോവാണ് ഗൈസ്. ഇനി ഇന്ത്യ ഗേറ്റിൽ നിന്ന് കാണാം. ഫൈനലി നമ്മൾ ഇന്ത്യ ഗേറ്റ് എത്തി. എത്രയായി? ഭയങ്കര ഇരുട്. സമയത്തിനായി 6 മണി ആയതേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഇരുട്. അങ്ങ് ദൂരെ കാണുന്നതാണ് ഇന്ത്യ ഗേറ്റ്. നമ്മൾ പറക്കുകയാണ്, ഇന്ത്യ ഗേറ്റിലേക്ക് പറക്കുകയാണ്. ഈ ടണലിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് നമ്മൾ ഈ ഗേറ്റിനെ പറ്റിയിട്ടും മറ്റുള്ള സംഭവങ്ങൾ, ഡൽഹിയിലുള്ള മറ്റുള്ള സംഭവങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഇന്ത്യ ഗേറ്റിലെത്തി. ഡൽഹി ഒരുപാട് വർഷമായി ഇതിനെപ്പറ്റി പഠിക്കുന്നത്. എന്ത്? നോനൂന് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇന്ത്യ ഗേറ്റ്. അല്ലെങ്കിലും ക്രൗഡ് ഇഷ്ടമല്ല, അതുകൊണ്ടായിരിക്കും. അല്ല, നോനൂന് ഇന്ത്യ ഗേറ്റ് ഇഷ്ടപ്പെട്ടില്ല. മറ്റേ അമ്പലം ആയാലും ക്രൗഡ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അറിഞ്ഞില്ല. എന്തുകൊണ്ടാ ഇത് ഇഷ്ടപ്പെടാഞ്ഞത് ഇന്ത്യ ഗേറ്റ്? ഇത്തിരി പൊടിയുള്ളൂ. അതെയാ, അതുപോലെ മതിലൊന്നും ഗേറ്റ് ഒന്നും ഇല്ല അല്ലേ മാവേ? ഇന്ത്യ ഗേറ്റ് എന്ന് പേരും പറഞ്ഞിട്ട് ഗേറ്റ് ഒന്നും ഇല്ല. നമ്മളിനി ഇന്നത്തെ ബ്ലോഗ് ഇവിടെ കഴിയുന്നല്ലേ. അപ്പൊ നമ്മളിനി നാളെ നമ്മൾ ആഗ്രയിൽ പോകും കേട്ടോ, മനാലി അല്ല. അപ്പൊ ഇന്ന് ഇത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മള് ഇനി നേരെ ഫുഡും കഴിച്ചിട്ട് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. അവിടെ നിന്ന് നേരെ ആഗ്രക്ക് അല്ലേ. ഓക്കെ, അടുത്ത ബ്ലോഗ് അവിടെ പോകും. ബൈ ബൈ.